വേദകാലം മുതൽ തന്നെ ഹൈന്ദവരായിട്ടുള്ള സനാതന വിശ്വാസികൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ആരാധിച്ചു വരുന്ന ഭഗവാനാണ് സൂര്യഭഗവാൻ. സൂര്യഭഗവാൻ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ട് ആരാധിക്കുന്നു? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യമായി കിടക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല. സൂര്യദേവനെ ആരാധിച്ചാൽ അതുല്യമായ ഫലങ്ങളാണുള്ളത്. ആദ്യം തന്നെ സൂര്യഭഗവാന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് സൂര്യഭഗവാനെ ആരാധിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രത്യക്ഷ ദേവനാണ് സൂര്യഭഗവാൻ. നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു ദേവനേ ഉള്ളൂ, അത് സൂര്യഭഗവാനാണെന്നാണ് പറയുന്നത്. അതിനും അപ്പുറം സൂര്യൻ എന്നുള്ള തത്വം എന്താണ് ആ സവിതാവിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം? സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് സൂര്യനായി നമ്മൾക്ക് വെളിച്ചമേകുന്നത്. ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അജ്ഞാനത്തിൻ്റെ ഇരുട്ടകറ്റി ഉള്ളിൽ തെളിയുന്ന പ്രകാശമാണ് യഥാർത്ഥ ബ്രഹ്മത്തിൻ്റെ സത്തയാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഷൺമടപ്രകാരം ആദിശങ്കരാചാര്യ ഭഗവത്പാദർ പറയുന്നത് പോലെ, നമ്മൾക്ക് നൽകിയതുപോലെ 6 പ്രധാനപ്പെട്ട പരബ്രഹ്മ സ്വരൂപികളായിട്ടുള്ള ദേവന്മാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ദേവന്മാരിൽ ഒരാൾ തന്നെയാണ് സൂര്യഭഗവാൻ. അതായത് ശിവഭഗവാന്റെ പല രൂപങ്ങളും, വിഷ്ണു ഭഗവാന്റെ പല രൂപങ്ങളും, ദേവിയുടെ പല രൂപങ്ങളും, കാർത്തികേയനായിട്ടുള്ള മുരുകന്റെ പല രൂപങ്ങളും, ഗണപതി ഭഗവാന്റെ പല രൂപങ്ങളും നമ്മൾ ആരാധിക്കും. ഇവരെല്ലാം സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. യഥാർത്ഥ സത്യസ്വരൂപനായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മ ചൈതന്യം തന്നെയാണ്. അതേപോലെ അതിന് തത്തുല്യമായ അവസ്ഥയിൽ തന്നെയാണ് സൂര്യഭഗവാനെ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യഭഗവാനെ സൂര്യനാരായണനായി, സാക്ഷാൽ കാണപ്പെട്ട നാരായണനായി കരുതുമ്പോൾ യോഗശാസ്ത്രത്തിലൊക്കെ സൂര്യനെ ശിവനായിട്ടും കരുതാറുണ്ട്. അപ്പോൾ അത്രത്തോളം മാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന, എല്ലാമായി നിലകൊള്ളുന്ന ആ സൂര്യഭഗവാന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. നമ്മളുടെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചുകൊണ്ട് പരബ്രഹ്മബോധത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ചൈതന്യമാണ് സൂര്യഭഗവാൻ. അതുപോലെ തന്നെ സൂര്യഭഗവാന് അതിനുമപ്പുറം പല വിശേഷണങ്ങളും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഭഗവാന്റെ പുത്രന്മാരെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അതിനുള്ള കാരണം മനസ്സിലാവും. അത്രത്തോളം ബലവാന്മാരായ, അത്രത്തോളം നമ്മളുടെ ധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരുടെയൊക്കെ പിതാവ് എന്ന് പറയുന്നത് സൂര്യഭഗവാൻ തന്നെയാണ്. ശനിദേവൻ കേൾക്കാത്തതായ ആരുമില്ല. സാക്ഷാൽ യമൻ, അതായത് നമ്മൾ മരണത്തിൻ്റെ ദേവനായി കരുതുന്ന ആ യമധർമ്മനും സൂര്യപുത്രനാണ്. അശ്വിനി ദേവന്മാർ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാഭാരതത്തിലെ മഹായോദ്ധാവായിരുന്ന കർണൻ, സുഗ്രീവൻ, ഇവരൊക്കെ തന്നെ, രാമായണത്തിലെ സുഗ്രീവൻ, ഇവരൊക്കെ തന്നെ ഭഗവാൻ സൂര്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുത്രന്മാർ തന്നെയാണ്. ഇതിനുമപ്പുറം സന്താനങ്ങളുണ്ട് സൂര്യഭഗവാന്. ഇപ്പോൾ യമുന, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ പ്രധാനപ്പെട്ട നമ്മൾക്കറിയാവുന്ന സന്താനങ്ങളുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ സൂര്യപരമ്പരയിൽ, സൂര്യവംശത്തിൽ ജനിച്ച ഒരു മഹാപുരുഷനെക്കുറിച്ച്, യുഗപുരുഷനെക്കുറിച്ച്, മഹാ അവതാരത്തെക്കുറിച്ച് നമ്മൾക്കെല്ലാം അറിയാം. ശ്രീരാമ ഭഗവാൻ പോലും രാവണനെ വധിക്കുന്നതിന് മുൻപ് അഗസ്ത്യ മുനി ഉപദേശിച്ചിരുന്ന ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചിരുന്നു. അതിനുശേഷമാണ് രാവണനെ പരാജയപ്പെടുത്തിയത് എന്നുള്ളൊരു കഥയും നമുക്ക് കേൾക്കാൻ സാധിക്കും. അത്രത്തോളം സൂര്യഭഗവാന്റെ ഒരു വ്യാപ്തി, എന്താ പറയുക, ഒരു അനുഗ്രഹ ശക്തി എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ മനസ്സിലാക്കാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൂര്യഭഗവാനെ ആരാധിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ? ആദ്യം തന്നെ മനസ്സിലാക്കണം, സൂര്യഭഗവാനെ ആരാധിച്ചാൽ നല്ല രീതിയിലുള്ള ആരോഗ്യമുണ്ടാകും. ആരോഗ്യത്തിൻ്റെയും ദേവനാണ് സൂര്യഭഗവാൻ. നമ്മൾക്കെല്ലാം ആരോഗ്യം തരുന്നത് സൂര്യൻ തന്നെയാണ്. നമ്മൾ ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ആരാധിച്ചില്ലെങ്കിൽ പോലും സൂര്യഭഗവാനാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കണികകൾക്കും ഊർജം കൊടുക്കുന്നത്. ആ ഊർജത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് ചലിക്കുന്നത്. ആ സൂര്യഭഗവാൻ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്രകാരം ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും, എത്രത്തോളം ശരീരവും മനസ്സും തളർന്നിരിക്കുകയാണെങ്കിലും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഊർജം നൽകാനും മുന്നോട്ട് കൊണ്ടുപോകാനും, എന്താ പറയുക, നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെയുള്ള ആളുകളാണെങ്കിൽ അതിൽ ഉറപ്പായും സൂര്യഭഗവാന്റെ കടാക്ഷം ഉണ്ടായിരിക്കും. സൂര്യതത്വം ഉയർന്നു നിൽക്കുമ്പോഴാണ് നമുക്ക് ആർജവം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന് ബലമുണ്ടാകുന്നത്. ശരീരബലത്തിൻ്റെ ദേവനാണ് സൂര്യഭഗവാൻ. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകും ഭഗവാനെ ആരാധിച്ചാൽ. ഇതാണ് ഭഗവാനെ ആരാധിച്ചാലുള്ള ആദ്യത്തെ ഗുണമായിട്ട് ഏതൊരു സൂര്യഭക്തനും ആദ്യം പറയുന്ന കാര്യം. ഇനി ഭഗവാനെ ആരാധിച്ചാൽ രണ്ടാമത് ഭക്തരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു മാറ്റം, രണ്ടാമത് പറയാൻ സാധിക്കില്ല. ഭഗവാനെ ആരാധിച്ചാൽ ഇതെല്ലാം ഒരേപോലെയാണ് വരുന്നത്, പക്ഷെ പറയുമ്പോൾ രണ്ടാമത് പറയുന്നത് വളരെയധികം ഇച്ഛാശക്തിയും അതുപോലെ തന്നെ നമ്മൾക്കൊരു കോൺഫിഡൻസ്, ധൈര്യം, എന്തെന്നില്ലാത്തൊരു ധൈര്യം ഉണ്ടാവും.
ഏതൊരു സ്ഥലത്ത് നിന്നും ലീഡറാകാൻ, രാജാവാകാൻ, അല്ലെങ്കിൽ എല്ലാവരെയും നയിക്കുന്ന ഒരു നേതാവാകാൻ അത്രത്തോളം ശക്തി നമ്മൾക്കുണ്ടാകും. അതൊരു ബിസിനസ്സിലായിക്കൊള്ളട്ടെ, രാഷ്ട്രീയത്തിലായിക്കൊള്ളട്ടെ, ഏത് നിലയിലാണെങ്കിലും സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുമെന്നുള്ളതാണ് സൂര്യഭഗവാന്റെ ഭക്തരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് പേരെ സൂര്യഭഗവാൻ എങ്ങനെയാണോ നമ്മളെ പ്രകാശത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നത്, സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്, അപ്രകാരം മറ്റുള്ളവരുടെ ജീവിതത്തിലും വെളിച്ചമായി മാറാൻ നമ്മൾക്ക് സാധിക്കും. ഇപ്പം നമ്മൾക്കറിയാം, ആകാശത്തേക്ക് നോക്കിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു പ്രകാശം, അത്യുന്നതമായ പ്രകാശം സൂര്യനാണ്. അപ്രകാരം തന്നെ എവിടെ നിന്ന് നോക്കിയാലും ഒരു സൂര്യ തേജസ്സോടുകൂടി ജ്വലിച്ചു നിൽക്കുന്ന ഒരാളായിട്ട് മറ്റുള്ളവർക്ക് അനുഭവമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ എത്രയധികം ആളുകളുണ്ടെങ്കിലും നമ്മളെ മാത്രം ശ്രദ്ധിക്കുന്നൊരു തരത്തിലുള്ളൊരു സ്വഭാവം നമ്മൾ കാണിക്കും, അതുപോലുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യും. അങ്ങനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി എല്ലാവരുടെയും സംവദനായി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏത് മേഖലയിലാണെങ്കിലും, രാഷ്ട്രീയമാണെങ്കിലും, ഇനി ഏതു തരമാണെങ്കിലും, സംഘടനാ പ്രവർത്തനമാണെങ്കിലും, ബിസിനസ് ആണെങ്കിലും, എവിടെ നമ്മൾ ആണെങ്കിലും നമ്മൾ ഉയർന്നു തന്നെ നിൽക്കും. ഇനി ഭഗവാനെ ആരാധിച്ചാൽ എല്ലാവരിലും ആദ്യം തന്നെ കണ്ടുവരുന്നൊരു മാറ്റം, നമ്മൾക്കൊരു സകാരാത്മകമായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ശക്തി നമ്മളുടെ ശരീരമാകമാനം അല്ലെങ്കിൽ നമ്മളെ സറൗണ്ട് ചെയ്ത് നമ്മളുടെ ചുറ്റുപാടും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു ആഭാമണ്ഡലം, നമ്മൾ പറയില്ല ആഭാമണ്ഡൽ ഓറ എന്നൊക്കെ പറയില്ല, അത് വളരെയധികം സൂര്യഭക്തരിലാണ് കാണുന്നത്. എപ്പോഴും നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും സൂര്യഭക്തർ. ആ സൗന്ദര്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു സ്ത്രൈനമായ സൗന്ദര്യമായിരിക്കില്ല, ഒരു പൗരുഷമുള്ള, ഒരു കോൺഫിഡൻസ് ഉള്ള, എന്താ പറയുക, ഒരു തേജസ്സുള്ള, സൂര്യ തേജസ്സുള്ള സൗന്ദര്യം തന്നെയായിരിക്കും. എവിടെ ചെന്നാലും ഏതൊരാളും നമ്മൾക്കൊരു റെസ്പെക്റ്റ് തരുന്ന, നമ്മളെ അംഗീകരിക്കുന്ന, അത് സ്നേഹം കൊണ്ടായിരിക്കാം, ഭയം കൊണ്ടായിരിക്കാം, എങ്ങനെയാണെങ്കിലും നമ്മളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന രീതിയിലുള്ളൊരു പ്രഭ നമ്മളിലുണ്ടാകും. അത്രയ്ക്കും പ്രഭാവശാലിയായിരിക്കും നമ്മൾ സൂര്യഭക്തർക്ക്. ഈ ഒരു ക്വാളിറ്റി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ത്രൈനമായ സൗന്ദര്യമല്ല, മറ്റൊരാളെ പോലും അനുസരിപ്പിക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള സൗന്ദര്യമായിരിക്കും. ആ സൗന്ദര്യം ഒരു പ്രഭാവശാലിയുടെ സൗന്ദര്യമാണ്, മറ്റുള്ളവർ മാതൃകയാക്കുന്ന ഒരാളുടെ സൗന്ദര്യമാണ്. ഇയാളെപ്പോലെ ആകണമെന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിക്കുന്ന സൗന്ദര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെ സൂര്യഭക്തർ നിന്നാലും സൂര്യനെ പോലെ ആയിരിക്കും. എത്ര ആളുകൾ ചുറ്റുമുണ്ടെങ്കിലും നമ്മളിലേക്ക് ശ്രദ്ധ വരും. ആ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു വശ്യശക്തിയൊന്നുമല്ല. നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കും വശ്യശക്തിയിലൂടെയാണ്, അങ്ങനല്ല. ആ ഒരു നമ്മളെ എന്തുകൊണ്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു, ഒറ്റ കാര്യം കൊണ്ട്. അത്രയ്ക്കും പ്രഭാവശാലിയാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു രാജാവിൻ്റെതായ, ഒരു എംപററിൻ്റെതായ ഒരു എല്ലാ തരത്തിലുള്ള ക്വാളിറ്റിയും അയാളിലുണ്ടായിരിക്കും. ഒരു രാജ്യം ഭരിക്കാൻ അതാണ് ഒരു രാജാവിൻ്റെ ഒരു ഭാവമുണ്ടല്ലോ, ഒരു രാജകീയതയുണ്ടല്ലോ. ആ ഒരു തരത്തിലുള്ള പ്രഭ, ആ ഒരു തരത്തിലുള്ള ഒരു വ്യക്തിത്വം അയാളിൽ വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനത് ഏതാണെങ്കിലും അത് പറയുന്നില്ല, അതൊരു കോൺട്രവേഴ്സി ആയി പോകും. പല മതത്തിൽപ്പെട്ട രാജാക്കന്മാർ പോലും സൂര്യഭഗവാനെ ആരാധിച്ചിട്ടുണ്ട്. അതിന് നമ്മൾക്ക് ഒരുപാട് എവിഡൻസ് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. മറ്റ് ഒരു മതത്തിൽപ്പെട്ട പ്രമുഖനായ ഒരു രാജാവ് ഇതുപോലെ സൂര്യഭഗവാനെ ആരാധിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അങ്ങനെയും ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്. അത്രത്തോളം രാജാക്കന്മാർക്ക് പ്രിയപ്പെട്ട ഒരു ദേവനായിട്ട് സൂര്യഭഗവാൻ മാറിയത് ഈ ഒരു കാരണം കൊണ്ടാണ്. എന്തിനേയും നേരിട്ട് മുന്നോട്ട് ചലിക്കും. ആ സൂര്യകിരണം പോലെ തന്നെയായിരിക്കും, മുന്നോട്ടായിരിക്കും പോകുന്നത്. എപ്പോഴും മുന്നോട്ട് ചലിച്ച് നമ്മൾക്ക് വേണ്ട വിജയം നേടിയെടുക്കാനും മറ്റുള്ളവരെ പോലും നമ്മളിലേക്ക് ഒരു മാതൃക എന്നോണം ആകർഷിക്കാനും സാധിക്കും. അപ്രകാരം എല്ലാ തരത്തിലുള്ള ചൈതന്യവും എല്ലാ തരത്തിലുള്ള സൗഭാഗ്യവും തരുന്ന ഭഗവാനാണ്. ഇനി അവസാനത്തെ കാര്യം അതാണ്, സൂര്യഭഗവാനെ ആരാധിക്കുന്ന ഒരാൾ രാജാവായി മാറുമെന്ന് നമ്മൾ പറഞ്ഞു. രാജാവ് എന്നത് മറ്റൊരാളെ എങ്ങനെ നമ്മളുടെ ചൊൽപ്പടിക്ക് നിർത്താം, അത്രത്തോളം കമാൻഡിങ് പവർ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും കമാൻഡിങ് പവറൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് സമ്പാദ്യം വരും, നല്ല രീതിയിൽ സമ്പാദ്യം ഉണ്ടായിരിക്കും സൂര്യഭക്തർക്ക്. അതിനോടൊപ്പം തന്നെ, ഈ സമ്പാദ്യത്തോടൊപ്പം തന്നെ ഒരു പ്രൊട്ടക്ഷനും ഉണ്ടായിരിക്കും, രക്ഷയുണ്ടായിരിക്കും. ഏതാപത്തിൽ നിന്നും രക്ഷിക്കുന്ന ദേവനും കൂടിയാണ് സൂര്യഭഗവാൻ. സ്വന്തം ഭക്തനെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കുന്ന ഭഗവാൻ കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യം സൂര്യഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല രീതിയിൽ സമ്പാദ്യവും ഉണ്ടായിരിക്കും, അതിന് രക്ഷയും ഉണ്ടായിരിക്കും. എപ്പോഴും ഉദിച്ചുയർന്നുകൊണ്ട് തന്നെ ഇരിക്കും സൂര്യഭഗവാനെ പോലെ തന്നെ. സൂര്യഭഗവാനെ ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഭഗവാനോട് ഭക്തി തോന്നിയാൽ വളരെ നല്ല കാര്യമാണ്. ഭഗവാൻ അർഘ്യം കൊടുക്കുന്നത് അത്രയും നല്ല കാര്യമാണ്.
അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി സൂര്യഭഗവാന് ജലമൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അതിൻ്റെ വിധിയൊക്കെ മനസ്സിലാക്കി അത് ചെയ്യുകയാണ് നല്ലതാണ്. അതുപോലെ തന്നെ സൂര്യഭഗവാനെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു സ്തോത്രം ആദിത്യ ഹൃദയ സ്തോത്രമാണ്. തിന്മയ്ക്ക് മേൽ നന്മയുടെ പ്രതീകമാണ് ആ സ്തോത്രം തന്നെ. എല്ലാ തരത്തിലുള്ള കാമനകളും പൂർത്തീകരിച്ച് തരാനും ആരോഗ്യം നൽകാനും ഇതിനേക്കാൾ മഹത്കരമായിട്ടുള്ളൊരു സ്തോത്രമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. നമ്മളുടെ ഏതൊരു കാര്യവും നേടിയെടുക്കാനും സൂര്യഭഗവാന്റെ കടാക്ഷം വേണ്ടുവോളം ജീവിതത്തിലേക്ക് കടന്നു വരാനും നമ്മൾക്ക് ഏറ്റവും പ്രധാനമായും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പുണ്യമായിട്ടുള്ള കാര്യമാണ്, സ്തോത്രമാണ് ആദിത്യ ഹൃദയ സ്തോത്രം. ഭഗവാൻ ശ്രീരാമന് അഗസ്ത്യ മഹർഷി അരുൾ ചെയ്ത ആ പുണ്യമായ സ്തോത്രം കണ്ടെത്തി ആരാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിന് ഏറ്റവും ഉത്തമമാണ്. വലിയ ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങളിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്തോത്രം ഒരു തവണ ജപിച്ചാൽ തന്നെ അത്രത്തോളം ഐശ്വര്യം ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഈ മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും ആദിത്യ ഹൃദയ സ്തോത്രത്തിലൂടെ തന്നെ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനോടൊപ്പം ഞാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഗുരുക്കന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ വിട്ടുപോയത് കൊണ്ട് പറയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബുദ്ധി നമ്മൾക്ക് അത്രത്തോളം ഉണർന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള ശരി തെറ്റുകളെ തിരിച്ചറിയാനും വിവേക ബുദ്ധിയോടെ പ്രവർത്തിക്കാനും വളരെ നല്ല രീതിയിൽ നമ്മളിപ്പോൾ പലപ്പോഴും ബിസിനസ്സിലും അല്ലെങ്കിൽ മത്സര പരീക്ഷകളിലും ഒക്കെ നമ്മളുടെ ബുദ്ധി പ്രയോഗിക്കേണ്ട സന്ദർഭം വരികയാണെങ്കിൽ അവിടെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ബുദ്ധിപരമായ ഡിസിഷൻ അല്ലെങ്കിൽ നമ്മൾ പല തീരുമാനങ്ങളും ചിലപ്പോൾ മണ്ടത്തരമായി പോയെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നല്ല ബുദ്ധി കൂർമ്മതയോടെ പ്രവർത്തിക്കാനും ബുദ്ധിപരമായി പല വിജയങ്ങൾ, നമ്മൾ ശാരീരികമായി മാത്രമല്ല ബുദ്ധിപരമായി പല വിജയങ്ങളും നേടിയെടുക്കണമെങ്കിൽ ബുദ്ധിയുടെയും ഭഗവാനാണ്, നല്ല ബുദ്ധി തരുന്ന ഭഗവാനാണ് ശ്രീ സൂര്യഭഗവാൻ എന്നുള്ള കാര്യത്തിൽ, ആദിത്യ ഭഗവാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഭഗവാനെ ആരാധിക്കുക. ആദിത്യ ഹൃദയം ഏറ്റവും വിശേഷപ്പെട്ട സ്തോത്രമാണ് അഹോബിലം.